നമസ്കാരം. പുസ്തകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു പുസ്തകം, GR ഇന്ദുഗോപൻ്റെ ട്വിങ്കിൾ റോസയും 12 കാമുകന്മാരും എന്ന ഈ പുസ്തകം. ഈ ട്വിങ്കിൾ റോസയും 12 കാമുകന്മാരും എന്ന പുസ്തകം DC ബുക്സാണ് പുറത്തിറക്കിയിരിക്കുന്നത്. 6ാം പതിപ്പായിട്ടുണ്ട്. കഷ്ടിയെല്ലാം കൂടെ ഒരു 115 പേജേ ഉള്ളൂ. 180 രൂപയാണ് വില. ഇത് ട്വിങ്കിൾ റോസയും 12 കാമുകന്മാരും എന്ന ഇതിനകത്ത് 3 ഇൻഡിപെൻഡൻറ്റ് കഥകളുണ്ട്. ആദ്യത്തെ കഥയാണ് ട്വിങ്കിൾ റോസയും 12 കാമുകന്മാരും. 45 പേജോളം ഉണ്ട്. 50 പേജോളം ഉണ്ട്. 55 പേജോളം ഉണ്ട്. 55 പേജുണ്ട്. പിന്നെ പുഷ്പവല്ലിയും യക്ഷി വസന്തവും, അത് ഒരു 30 പേജോളം ഉണ്ട്. ബാക്കിയുള്ളത് ആരൾവാഴ്മൊഴിയിലെ പാതി വെന്ത മനുഷ്യർ എന്ന കഥ. അങ്ങനെ ഈ 3 കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത്. പുസ്തകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് GR ഇന്ദുഗോപനെ കുറിച്ച് പറയാം. പുള്ളി എനിക്ക് ഈയിടെയായിട്ട് ഏറെ പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ ഡിറ്റക്റ്റീവ് പ്രഭാകരൻ വായിച്ച് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടം പുള്ളിയോട് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ പുള്ളിയുടെ കഥകളി പശ്ചാത്തലമായിട്ട് വരുന്നത് തിരുവനന്തപുരം, കൊല്ലം, അതുപോലെ തന്നെ തിരുവനന്തപുരത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് പോകുന്ന ലൈക്ക് നാഗർകോവിൽ അല്ലെങ്കിൽ സ്വാമിയാർമഠം അതുപോലത്തുള്ള സ്ഥലങ്ങളും, ഞാൻ ജനിച്ചു വളർന്ന നെയ്യാറ്റിങ്കര, കാട്ടാക്കട, നെടുമങ്ങാട് ഇതുപോലുള്ള ആ ഒരു ഭൂപ്രകൃതിയും കാര്യങ്ങളുമൊക്കെയാണ്, ചിറയൻകീഴും ആറ്റിങ്ങലും ഒക്കെയാണ് എൻ്റെ ഏറെ പ്രിയപ്പെട്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ തിരുവനന്തപുരത്തുള്ള ഈ സ്ഥലങ്ങളിലൊക്കെയാണ് ഈ പുള്ളിയുടെ കഥകളൊക്കെ നടക്കുന്നത്. അപ്പോൾ അത് കാരണം എനിക്ക് വായിക്കുമ്പോൾ എനിക്ക് ഒരു പ്രത്യേക അനുഭവമാണ്. എനിക്ക് അറിയാവുന്ന സ്ഥലങ്ങൾ, അത് അറിയാവുന്ന കഥാപരിസരങ്ങൾ, അപ്പോൾ അതിനൊരു പ്രത്യേക വായനാ സുഖമുണ്ട്. പിന്നെ മറ്റ് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പുള്ളിയുടെ കഥകൾക്കുള്ള ഒരു ചടുലത, പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നീങ്ങും മുന്നോട്ട്. ഒരുപാടിങ്ങനെ വർണ്ണിച്ച് ഒരു ദൃശ്യ ഭംഗി സമ്മാനിക്കാനായിട്ട് അമിതമായി വർണ്ണിക്കത്തില്ല. ഞാൻ വിശ്വസിക്കുന്ന ഒരു പരിധിവരെ ഒരുപാട് വർണ്ണിക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ വായിക്കുന്ന ആൾക്ക് വിട്ടുകൊടുക്കുക, അത് ഇമാജിൻ ചെയ്യാൻ. കുറച്ചൊന്ന് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് ബാക്കി ഇമാജിൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ളൊരു എഴുത്ത് ശരിയാണ്. കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നീങ്ങും ബുക്കുകളിലൊക്കെ. ഇതിനെ നോക്കുകയാണെങ്കിൽ ഈ 150 പേജിൽ പുള്ളി ഗംഭീരം 3 കഥകളാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് 2. പിന്നെ ആ ഒരു ഡിറ്റക്റ്റീവ് ശൈലി, ഈ ഡിറ്റക്റ്റീവ് പ്രഭാകരൻ ഒരു സാധാരണക്കാരനായ ഒരു ഡിറ്റക്റ്റീവാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ പുള്ളിയുടെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ശൈലിയും കാര്യങ്ങളൊക്കെ എല്ലാ കഥകളിലും പുള്ളി എന്തെങ്കിലും വിധത്തിൽ ഒരു ഡിറ്റക്റ്റീവ് ശൈലി എങ്ങനെയെങ്കിലും കൊണ്ടുവരും. ഒരു സസ്പെൻസ്, ഒരു മിസ്റ്ററി എലമെൻറ്റ് പുള്ളി കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ എനിക്കറിയില്ല പുള്ളി എങ്ങനെയാണ് ഇത്ര സൂക്ഷ്മമായിട്ട് പുള്ളിയുടെ ചുറ്റുപാടുകളൊക്കെ നിരീക്ഷിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ പുള്ളിയുടെ കഥകളിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അത് ഗംഭീരമാണ്. ഡീറ്റെയിലിങ് അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പുള്ളി എനിക്ക് തോന്നുന്നു ഒരുപാട് യാത്രയൊക്കെ ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നു. ബസ്സിലും ട്രെയിനിലും ഒക്കെ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളിക്ക് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ മറ്റൊന്ന്, ഭാഷ. നമ്മൾ തിരുവനന്തപുരത്ത് കേട്ട് മറന്ന പല വാക്കുകളും, അല്ലെങ്കിൽ എൻ്റെ കൊച്ചുകാലത്ത് ഞാൻ വളർന്നു വന്നപ്പോൾ കേട്ടോണ്ടിരുന്ന പല വാക്കുകളും, അതൊക്കെ എന്നുവെച്ചാൽ തിരുവനന്തപുരത്തെ ഈ സ്ലാങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കുന്ന ഈ ഏറ്റം, മുടുക്ക്, തുറപ്പ, ഇങ്ങനത്തെ വാക്കുകളല്ല, അല്ലാതെയുള്ള കുറേ വാക്കുകൾ. അപ്പം ഉദാഹരണത്തിന് എന്താ പറയുക, ഈ പശപ്പറ്റുന്നോ അങ്ങനെയുള്ള വാക്കുകളൊക്കെ എനിക്കിപ്പോൾ കിട്ടുന്നില്ല. വാക്കുകൾ കിട്ടുമ്പോൾ ഞാൻ പറയാം. അപ്പം അങ്ങനെയുള്ള കുറേ വാക്കുകൾ ഞാൻ കണ്ടുപോയി. അതായത് നമ്മൾ ഇപ്പം ഈയിടെയായിട്ടൊന്നും ഞാൻ ജീവിതത്തിൽ കേൾക്കാത്ത കുറേ വാക്കുകൾ പുള്ളി, പക്ഷേ എന്നാൽ എൻ്റെ നൊസ്റ്റാൾജിയായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് വാക്കുകൾ എനിക്ക് ഇതിനകത്ത് കേൾക്കാൻ പറ്റും. എന്ന് കരുതി ഇത് തിരുവനന്തപുരത്തുകാർക്ക് മാത്രം വായിക്കാൻ പറ്റിയതൊരു പുസ്തകമൊന്നും അല്ല പുള്ളി എഴുതുന്നത്. നല്ല ഗംഭീര കഥകളാണ്. പക്ഷേ ആ ഒരു പശ്ചാത്തലം വരുന്നത് കാരണം എനിക്കത് കുറച്ചുകൂടി ആസ്വാദ്യകരമായി തോന്നുന്നു എന്നേ ഉള്ളൂ. ഇനി പുസ്തകത്തിലേക്ക് കിടക്കാം. 3 കഥകളാണ്. ആദ്യത്തെ കഥയാണ് ഈ ടൈറ്റിൽ സ്റ്റോറി
ട്വിങ്കിൾ റോസയും 12 കാമുകന്മാരും. അപ്പം പേര് പറയുന്ന പോലെ ട്വിങ്കിൾ റോസ ഒരു വളരെ ഒരു അതിസുന്ദരിയായ എല്ലാവരുടെയും സ്വപ്ന കാമുകിയായ ഒരു സുന്ദരിയാണ്. പക്ഷേ വളരെ നല്ലൊരു മനസ്സിന് ഉടമയും കൂടെയാണ്. അപ്പോൾ ഇവളുടെ ഒരു കാമുകനാണ് ഹാരോ. അപ്പോൾ ഈ ഹാരോയുമായിട്ടുള്ള ബന്ധം വഴി പുള്ളിക്ക് ഒരു ആ ദ്വീപിൻ്റെ പേരെന്തായിരുന്നു? ഒരു നിമിഷം ഞാൻ നോക്കട്ടെ. അത് പുണ്യാളൻ ദ്വീപ്. ഈ ഹാരോ ഒരുപാട് കോളേജ് പഠിക്കുന്ന സമയത്ത് ഈ ട്വിങ്കിൾ റോസയോട് സ്വന്തം ദ്വീപായ പുണ്യാളൻ ദ്വീപിനെ പറ്റി ഒരുപാട് പറഞ്ഞ് ആ ദ്വീപിനോട് ഇവൾക്കൊരു സ്നേഹം ജനിക്കുകയാണ്. ആ ദ്വീപിലെ പ്രത്യേകതകളും ആ ദ്വീപിലെ ഓരോ പ്രത്യേക രുചികളും ആ ദ്വീപുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള മത്സ്യബന്ധനവും ദ്വീപുമായിട്ട് കക്ക വരുന്നതും മീൻ പിടിക്കുന്നതും അതുപോലെ തന്നെ അവിടെ ഒരു ഡോൾഫിൻ കാമുകനൊക്കെ ഉണ്ട്, അതിൻ്റെ കാര്യങ്ങളും ഒരു മാന്ത്രിക ദ്വീപ് പോലെയാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അവൾക്ക് ഈ ഒരു ദ്വീപിനോടുള്ള സ്നേഹം കാരണം ആ ദ്വീപിലുള്ള ആളെ കല്യാണം കഴിച്ച് അവസാനം അവൾ അവിടെ എത്തുകയാണ്. ആ ദ്വീപിൽ തന്നെ ഇവളുടെ 12 കാമുകന്മാരും പിന്നീട് ഒത്തുചേരുന്നതും അവർക്ക് ഇവളോട് വൈരാഗ്യവും, കാരണം അവൾക്കാർക്കും കിട്ടിയില്ലല്ലോ. എന്നിരുന്നാൽ തന്നെയും അവർക്ക് എല്ലാവർക്കും ഇവളോട് സ്നേഹമാണ്, ഇവൾക്കും അവരോട് എല്ലാവരുടെയും സ്നേഹമാണ്. അപ്പം അങ്ങനെ ഒരു പ്രത്യേക കഥയാണ്. ലൈക്ക് അതൊരു നമുക്കൊരിക്കലും ഒരു നോർമൽ ഗതിയിൽ സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്ത എന്നാൽ വളരെ വൈൽഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ട്വിങ്കിൾ റോസ. ഇടയ്ക്ക് പറയുന്നുണ്ട്, ഇത് എൻ്റെ ചിന്തകൾക്ക് ഒരുപാട് നിലകളുണ്ടെന്നും പക്ഷേ എനിക്ക് താഴത്തെ നിലയാണ് ഇഷ്ടമെന്നൊക്കെ ട്വിങ്കിൾ റോസ ഇടയ്ക്കോടെ പറയുന്നുണ്ട്. അപ്പം അതുമായിട്ടൊക്കെ നമുക്ക് കണക്കാക്കാം. ഒരുപാട് ലെയറുകളുള്ള ഒരു ക്യാരക്ടറാണ് ട്വിങ്കിൾ റോസ. പക്ഷേ ഇത് പറയുമ്പോൾ തോന്നും കുറച്ച് അനാശാസ്യമോ അവിഹിതമോ ഒക്കെ ആണെന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. ട്വിങ്കിൾ റോസ എല്ലാ കാമുകന്മാരെയും ഒരുപോലെ സ്നേഹിക്കുകയും എന്നാൽ ഒരാളുമായിട്ട് കമ്മിറ്റഡ് ആവുക. ഇതിനകത്ത് വേറെ വൾഗറായിട്ടോ അങ്ങനെ അതൊന്നുമില്ല. വളരെ മാന്യമായ രീതിയിലുള്ള ഭാഷയാണ്. കാമുകന്മാരും അങ്ങനെ ട്വിങ്കിൾ റോസയ്ക്കും തിരിച്ച് റെസ്പെക്റ്റ് തന്നെയാണ്. അപ്പോൾ ഒരു പ്രത്യേക കഥയാണ് അത്. ആ ഒരു മൂഡിലിരുന്ന് വായിക്കാൻ പറ്റുവാണെങ്കിൽ ഗംഭീരമായിട്ടുള്ള കഥയാണ്. അതുമാത്രമല്ല ആ ദ്വീപിൻ്റെ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ അത്ര ഗംഭീരമായിട്ടാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് ഒന്നാമത്തെ കഥ. രണ്ടാമത്തെ കഥ യക്ഷി വസന്തവും, അതായത് പുഷ്പവല്ലിയും യക്ഷി വസന്തവും. പുഷ്പവല്ലി എന്ന് പറയുന്ന ഒരു ബാർ നടത്തുന്ന ഒരു സ്ത്രീയാണ്. അവർക്ക് ഒന്നിലധികം ബാറുകളുണ്ട്. അപ്പം ഇവരുടെ ബാറുകളിൽ കടം കൊടുത്തിട്ട് ആൾക്കാർക്ക് കുടിക്കാനേ കൊടുക്കും. പക്ഷേ ഇവരുടെ ബാറുകളിൽ ഒരുപാട് കാശ് കൊടുക്കാനുള്ള ആൾക്കാരെയൊക്കെ വസന്ത എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീ കൊല്ലുകയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള റൈവൽറിയാണ് രണ്ടാമത്തെ കഥ. അതിനകത്ത് ഈ വസന്ത താമസിക്കുന്നത് ഒരു കമ്പോളത്തിനകത്താണ്. ഒരു 10 കിലോമീറ്റർ ചുറ്റളവിനുള്ള ഒരു ലാബ്രിന്ത് പോലെ, ഒരു മെയ്സ് പോലെ കിടക്കുന്ന ഒരു ഊരാക്കുടുക്ക് പോലെ കിടക്കുന്ന ഒരു കമ്പോളത്തിലാണ് ഈ വസന്ത ഒളിച്ച് താമസിക്കുന്നത്. അങ്ങോട്ട് ആർക്കും കടന്നു ചെല്ലാനോ ഇവരുടെ അടുത്ത് എത്താനോ ഒന്നും പറ്റത്തൊന്നുമില്ല. അതുകൊണ്ട് ആ കമ്പോളത്തിനെ പറ്റിയൊക്കെ വളരെ എനിക്ക് സംഭവം അത് വായിച്ചപ്പോൾ എനിക്ക് ചാല കമ്പോളമാണ് എനിക്ക് മനസ്സിൽ, ചാല മാർക്കറ്റാണ് എൻ്റെ മനസ്സിൽ ഓടിയെത്തിയത്. ആ ചാലയിൽ കൂടെ നടക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ വഴി തെറ്റിപ്പോകാനും ഒരുപാട് വഴികളും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും എടുത്തും കൃത്യമായിട്ട് ഉള്ള ആ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വസന്തയെ കണ്ടുപിടിക്കാനായിട്ട് ഇതിനകത്ത് ഡിറ്റക്റ്റീവ് പ്രഭാകരൻ വരുന്നുണ്ട്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡിറ്റക്റ്റീവ് പ്രഭാകരൻ. പുള്ളി വന്നിട്ട് ഈ മാർക്കറ്റിൽ പോയി അവിടെ ഒരു ജോലിക്കാരനായി താമസിക്കുകയും വസന്തയെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതും ഒടുവിൽ ഈ വസന്തയും പുഷ്പവല്ലിയും തമ്മിലുള്ള ആ റൈവൽറിയുടെ ചുരുളഴിക്കുന്നതൊക്കെയാണ് കഥ. അതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. അത് വായിച്ചു തന്നെ അറിയാം. 30 പേജിൽ പുള്ളി എങ്ങനെ ഇത്രയൊക്കെ പറഞ്ഞൊപ്പിച്ചു എന്നുള്ളത് ഒരു മാജിക് തന്നെയാണ്, സമ്മതിക്കണം കേട്ടോ. പിന്നെ ഒടുവിലത്തെ കഥ ആറൾവായ് മൊഴിയിലെ പാതിവന്ത മനുഷ്യർ. അത് കുറച്ച് ഇമോഷണലി കുറച്ച് ഇൻറ്റൻസായ കഥയാണ്. ഈ തമിഴ്നാട്ടിൽ ഒരുപാട് ഈ പാവപ്പെട്ട ഒരു ബനിയൻ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ കഥയാണ്. അവിടെ ഗാർഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ, അവിടെ ഒരു ഇഷ്ടംപോലെ
പെൺകുട്ടികൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം. അപ്പോൾ ആ 3500ഓളം സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിനെപ്പറ്റി അവരുടെ വ്യാപ്തിയെ പറ്റി പുള്ളി പറയാൻ ചെയ്യുന്നതന്നെ ഇവരുടെ ഈ തീണ്ടാരി തുണികൾ കത്തിക്കാൻ തന്നെ ഒരിക്കലും അണയാത്ത ഒരു ആഴി ഉണ്ടെന്നൊക്കെയാണ് പുള്ളി അതിനെപ്പറ്റി സ്ഥാപിക്കുന്നത്. അതായത് എത്രത്തോളം സ്ത്രീകൾ അവിടെ വർക്ക് ചെയ്യുന്നു എന്ന് അവർക്ക് അതിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ഗാർഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളും ഒരു ലേഡിയായിട്ടുള്ള ഇതും. പക്ഷേ അവിടെ ഒരുപാട് പെണ്ണുങ്ങളെ അവിടെ എന്തോ ഒരു സ്കീമുണ്ട്. അതായത് ഒരുപാട് പെണ്ണുങ്ങൾ ജോലി ചെയ്തിട്ട് അവരുടെ സാലറി ഒരു അക്കൗണ്ടിൽ പോയിട്ട് അവർക്കൊരു വലിയൊരു തുകയാകുമ്പോൾ ഈ പെണ്ണുങ്ങളെ ഈ കാശ് കിട്ടാൻ ഒരാൾ കല്യാണം കഴിക്കുകയും പിന്നീട് ഒരുപാട് പെണ്ണുങ്ങളെ ഇങ്ങനെ തീ ഒഴിച്ച് കത്തിക്കുകയും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു കഥയാണ്. അപ്പം ഈ അതിനകത്തൊരു വളരെ വിശുദ്ധമായൊരു പ്രണയവും, അപ്പം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ പ്രണയം എങ്ങും പറ്റാതെ തീപ്പെട്ടു പോകുന്നതും, പാതി വെന്ത ശരീരം എന്താണെന്നും. അപ്പോൾ ഈ ഗാർഡ് പിന്നീട് ഒരു വിൻമില്ലിൻ്റെ ഒരു കാവൽക്കാരനായി മാറുകയാണ്. അപ്പോൾ ഈ വിൻമില്ലെന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം, നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലൊക്കെ പോയവർ കഴിയാം, പോകുന്ന വഴിക്ക് നിറയെ ഒരുപാട് കാറ്റാടികൾ കാണാം. ഈ കാറ്റാടി അങ്ങനെ ഒരു വലിയൊരു കാറ്റാടി, ആ കാറ്റാടിക്കും പേരൊക്കെ ഉണ്ട്. കാവൽക്കാരൻ പുള്ളി വിളിക്കുന്നത് വികടച്ചാമി എന്നൊക്കെയാണ്. അപ്പോൾ അതും ഒരു ക്യാരക്ടറാണ്. ആ വികടച്ചാമിക്ക് പിന്നിലും ഒരുപാട് മിസ്റ്ററിയൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് വികടച്ചാമി അവിടെ വന്നു എന്നും ആ വികടച്ചാമിക്ക് ഇയാൾ എങ്ങനെ കാവൽക്കാരനായെന്നും അതും ഒക്കെയാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ് ഇതിനകത്തൊരു വേറൊരു പ്രേത അപ്പൂപ്പനൊക്കെ വരുന്നുണ്ട്. അയാൾ ഇരുന്നിട്ട് ഒരു ബ്രിട്ടീഷുകാരുടെ യുദ്ധം നടക്കുന്ന കാര്യമൊക്കെ പറയും. പിന്നെ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് ഈ കഥ നടക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ഈ നമ്മുടെ കഥാനായകൻ ഒരാളെ കാത്തിരിക്കുന്നിടത്തുനിന്നാണ്. കഥാനായകൻ എന്ന് പറയുന്നത് ഈ ഒരു ഫാക്ടറി വർക്കറാണ് ഞാൻ പറഞ്ഞത്. അപ്പം അവിടേക്ക് ഒരാൾ എത്തിപ്പറ്റുന്നതും ഈ ഫാക്ടറി വർക്കറെ കാണുന്നതും ഫാക്ടറി വർക്കർ ഒരു കാര്യം ഏൽപ്പിക്കുന്നതും പിന്നെ അവരൊരുമിച്ച് ഈ വിൻമില്ലിനടുത്ത് പോകുന്നതും അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ കൂടെയൊക്കെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അപ്പം അതും ഒരു നല്ലൊരു വായനാനുഭവം തന്നെയായിരുന്നു. വ്യത്യസ്തമായ പിടിച്ചിരുത്തുന്ന വായനയാണ്. നമ്മുടെ മനസ്സിലെവിടെയോ കൊള്ളും. വായിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഒരു ഹെവിനെസ് ഫീൽ ചെയ്യും, ഒരു സുഖമുള്ളൊരു വേദന. പക്ഷേ കുറേ സത്യമാണ്, അങ്ങനെയുള്ള ജീവിതങ്ങൾ ഒരുപാട് ഉണ്ടായിരിക്കാം. അപ്പം അങ്ങനെ 3 വ്യത്യസ്ത വായന അനുഭവങ്ങൾ സമ്മാനിച്ച ഒരു പുസ്തകം. വേറെ 150 രൂപയുള്ളൂ. 150 രൂപയ്ക്ക് ഇത്രയധികം എൻ്റർടൈൻമെൻറ്റ്, അതായത് ഒരു വൻ ഫാൻറ്റസി നോവൽ. പുണ്യാളം ദ്വീപും ടിങ്കിൾ റോസയും അവളുടെ കാമുകന്മാരും അവരൊത്തൊരുമിക്കുന്നതും ആ ദ്വീപിൻ്റെ പ്രത്യേകതയും, അങ്ങനെ ഒരു വൻ ഫാൻറ്റസി സാധനം. അടുത്ത ഒരു ഡിറ്റക്റ്റീവ് സാധനം. ഒരു വസന്തയെ കണ്ടുപിടിക്കാൻ പ്രഭാകരൻ നടക്കുന്നു പുഷ്പവല്ലിക്ക് വേണ്ടി. പുഷ്പവല്ലി വസന്തയെ കൊല്ലാൻ നടക്കുകയാണ്. കാരണം വസന്ത കാരണം പുഷ്പവല്ലിക്ക് ഒരുപാട് കാശ് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. പുഷ്പവല്ലിക്ക് കാശ് കിട്ടാനുള്ളവരെയൊക്കെയാണ് വസന്ത തിരഞ്ഞെടുത്ത് കൊല്ലുന്നത്. അങ്ങനെ ഒരു ഡിറ്റക്റ്റീവ് ത്രില്ലർ. 3ാമതൊരു സെൻറ്റിമെൻ്റൽ സാധനം, ഒരു പാതി വെന്ത മനുഷ്യർ. അതായത് ആരൽവായ് മൊഴിയിലെ പാതി വെന്ത മനുഷ്യർ. അവിടെ ഇഷ്ടംപോലെ സ്ത്രീകൾ ഇതുപോലെ പാതി വെന്തവർ ഇങ്ങനെ ഈ ആത്മഹത്യയൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ട് പക്ഷെ മരിച്ചു പോകത്തില്ല, ദേഹം മൊത്തം പൊള്ളൽ പോകും. അപ്പോൾ അവരുടെ ജീവിതങ്ങളും അങ്ങനെ ഒരു സ്വാമി അങ്ങനെ കുറേ പെണ്ണുങ്ങളെ സംരക്ഷിക്കുന്നതും അതും ഇതൊക്കെയാണ് കഥ. അത് നമ്മുടെ മനസ്സിൽ കൊള്ളും. അങ്ങനെ 3 ഡിഫറെൻറ്റ് മോഡിലുള്ള 3 തലത്തിലുള്ള 3 കഥകളുടെ ഒരു ചെറു സമാഹാരമാണ് പുള്ളിയുടെ ഈ പുസ്തകം. എന്തുകൊണ്ടും നല്ലൊരു വായനാനുഭവമാണ്. പറ്റുവാണെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക, നഷ്ടം വരത്തില്ല, അധികം സമയം എടുക്കത്തില്ല, വലിയ കാശ് ചിലവില്ല, 150 രൂപയേ ഉള്ളൂ. ഒന്ന് വായിച്ചു നോക്കൂ. എന്നെപ്പോലെ നിങ്ങൾക്കും GR ഇന്ദുഭുവനെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.